രാജ്യത്ത് നിന്ന് ഏറ്റവും സുപ്രധാനമായത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇക്കാര്യത്തിൽ പരമോന്നത നീതിപീഠം ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുകയാണ്. ലക്ഷ്യം ബിജെപിയും രാജ്യത്ത് നടമാടുന്ന അസുരക്ഷിത അവസ്ഥയുമാണ്. കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രഗാപ്തിയുടെ ഹർജിയിൽ ഗുജറാത്ത് പോലീസ് ഇട്ട ഒരു FIR റദ്ദാക്കിക്കൊണ്ടായിരുന്നു അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച എ ബ്യൂൻ കെ പ്യാസ ബാത്സുനോ എന്ന കവിതയുടെ പേരിലായിരുന്നു ഇമ്രാനെതിരെ ഗുജറാത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്ന തരത്തിലുള്ള ഗാനമാണ് ഇമ്രാൻ പങ്കുവച്ചത് എന്നായിരുന്നു ആരോപണം. കോൺഗ്രസ് MPക്കെതിരെ നടപടിയെടുക്കാൻ BJP ഭരിക്കുന്ന ഗുജറാത്തിലെ പോലീസ് അമിത ആവേശം കാണിച്ചുവെന്നും സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അഭയ് S ഓഖയും ഉജ്ജൽ ഭുയാനും നിരീക്ഷിച്ചു. സംസാരത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് യുക്തിസഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണമെന്നും കോടതി പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായം പറയുവാനും അതിനെ എതിർക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച പരമോന്നത കോടതി ചിലർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു ക്ലാസ് കൂടിയാണ് എടുത്തത്. ഭരണഘടന ഉറപ്പാക്കുന്ന ജനാധിപത്യത്തിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നു രാജ്യത്തെ പരമോന്നത നീതിപീഠം ക്ലാസ് എടുത്തത്. സെക്ഷൻ 124A ശേഷം കോടതി പരാമർശത്തിലൂടെ ചർച്ചയാവുകയാണ് ആർട്ടിക്കിൾ 19(2). രാജ്യമെമ്പാടും മോദി സർക്കാർ രാജ്യദ്രോഹ കേസിൽ കുടുക്കിയ ആളുകളെ ജയിലിലാക്കുന്ന പ്രവണത വർദ്ധിച്ചപ്പോൾ 2022 ദേശദ്രോഹം ചുമത്തി ആരെയും വിചാരണ ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറയുകയും കൊളോണിയൽ കാലത്ത് തുടങ്ങിയ സെക്ഷൻ 124A റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതായത് രാജ്യം ഭരിക്കുന്നവരെയും പാർട്ടിയെയും കുറിച്ച് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അത് രാജ്യദ്രോഹമാകില്ല എന്ന താക്കീതായിരുന്നു സുപ്രീം കോടതിയുടെ ആ നീക്കം എന്നും കാണാം. കൊളോണിയൽ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുന്നവരുടെ പ്രസംഗവും എഴുത്തും ലഘുലേഖനങ്ങളും എല്ലാം തടയുന്നതിനായിട്ട് ബ്രിട്ടീഷുകാരും രാജ്ഞിയും ഉപയോഗിച്ചതായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A. അതായത് തങ്ങൾക്കെതിരെ നാവാടുന്നവരുടെ ശബ്ദം ഉയരാതിരിക്കാൻ ചമച്ച വകുപ്പ് എന്നും പറയാം. പിൻകാലത്ത് അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രാജ്യദ്രോഹ നിയമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ഇതിന്റെ ദുരുപയോഗത്തിന്റെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യപ്പെട്ടതാണ്. കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ 1962 5-അംഗ ബെഞ്ച് ഈ വ്യവസ്ഥ ശരിവെക്കുകയും സർക്കാർ വകുപ്പ് പുനരാലോചിക്കുന്നത് വരെ 124A വകുപ്പ് താൽക്കാലികമായി നിലനിർത്തിക്കൊണ്ട് വിധിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ രാജ്യദ്രോഹ കേസുകൾ ദുരുപയോഗം ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും BJP നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ എത്തിയതിനു ശേഷം 124A മോദിക്കും ഭരണകൂടത്തിനുമെതിരെ പറയുന്ന എല്ലാവർക്കുമെതിരെ എടുത്ത് പ്രയോഗിക്കുകയും അത് വ്യാപകമായിട്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഇതുപോലെയൊരു സാഹചര്യം ഇതുവരെ രാജ്യത്തുണ്ടായിരുന്നില്ല. അതിനാലാണ് 2022 സർക്കാർ ഈ വകുപ്പ് ഇനി എടുത്ത് പ്രയോഗിക്കേണ്ട എന്ന നിലപാടിൽ കോടതി അത് റദ്ദ് ചെയ്യുകയും 2023 സെപ്റ്റംബറിൽ രാജ്യദ്രോഹ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി കുറഞ്ഞത് 5 ജഡ്ജിമാരുടെ വലിയ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുകയുമായിരുന്നു. പുനഃപരിശോധന കാലയളവിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുവാനും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലേക്കുള്ളതാണെന്നും നിലവിലെ കാലഘട്ടത്തിന് ഈ നിയമം അനുയോജ്യമല്ല എന്നും നിയമത്തെ വിലയിരുത്തുന്ന പ്രക്രിയയിലാണ് തങ്ങളെന്നും മോദി സർക്കാർ പിന്നീട് സമ്മതിച്ചതും നമ്മൾ കണ്ടു. പിന്നീട് 2023 കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത പുതിയ ബിൽ അവതരിപ്പിക്കവേ ആഭ്യന്തരമന്ത്രി പഴയ കർക്കശമായ രാജ്യദ്രോഹ നിയമം റദ്ദാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. പഴയ 124A പകരം വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ ആക്ട് 150 ചില കാര്യങ്ങളിൽ കൃത്യമായ മാറ്റം വരുത്തിയതിന് കാരണം സുപ്രീം കോടതിയും പ്രതിപക്ഷവും കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. IPCയുടെ 124A വകുപ്പ് സർക്കാരിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അവജ്ഞ ഉണ്ടാക്കുകയും സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതാണ്. ഇതാണ് മോദി സർക്കാർ തങ്ങളുടെ ഭരണകാലയളവിൽ കൂടുതൽ ആളുകളുടെ ശബ്ദം അടിച്ചമർത്താൻ ഉപയോഗിച്ചത് എന്നും കാണാം.